നമസ്കാരം. വോട്ടെടുപ്പിന്റെ 5 ഘട്ടങ്ങളിലായി 428 സീറ്റുകളിൽ വിധിയെഴുത്ത് പൂർത്തിയായതോടെ രാജ്യത്തിന്റെ ഭാഗധേയം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ഘട്ടത്തിലും പുറത്തേക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ബി.ജെ.പി. ഒരിടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് റാലിയിൽ 400 എന്ന അക്കം പ്രധാനമന്ത്രി ആവർത്തിച്ചതിന് പിന്നിൽ ബി.ജെ.പിയുടെ വാർ റൂം കണക്കുകൾ നൽകുന്ന ആത്മവിശ്വാസമാണ് എന്ന് കരുതേണ്ടി വരും. അപ്പോഴും പണമൊഴുക്കിയുള്ള പരസ്യങ്ങളിലും വിദ്വേഷ വചനങ്ങളിലും വ്യക്തി അധിക്ഷേപങ്ങളിലുമാണ് ബി.ജെ.പിയുടെ പ്രചാരണ മുറകൾ കേന്ദ്രീകരിക്കപ്പെട്ടത് എന്ന വിമർശനമുണ്ട്. രാമക്ഷേത്രമോ മംഗല്യസൂത്രമോ അല്ല, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ന്യൂനപക്ഷ അരക്ഷിതത്വവും ഒക്കെ മോദിയുടെ 3ാം വരവിന് തടയിടും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ കൂട്ടായ്മ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും വിദഗ്ധരും കണക്കും കണക്കുകൂട്ടലുമായി ബി.ജെ.പിയുടെ വിജയം പ്രവചിക്കുമ്പോൾ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് മണ്ണ് പാകപ്പെടുന്നുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിലെ ശ്രീ കെ.പി. നൌഷാദ് അലി, ബി.ജെ.പിയുടെ ശ്രീ കെ.വി.എസ്. ഹരിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ, മാധ്യമപ്രവർത്തകൻ ശ്രീ സന്തോഷ് ജോയ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, 5ാം ഘട്ടം പൂർത്തിയായി കഴിയുന്നതോടുകൂടി 428 സീറ്റുകളിലെ വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയുടെ എല്ലാ നേതാക്കളുടെ എല്ലാ പ്രകടനങ്ങളിലും, എല്ലാ പ്രതികരണങ്ങളിലും, എല്ലാ പ്രസംഗങ്ങളിലും 400 എന്ന അക്കം മുഴച്ചു നിന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ബി.ജെ.പി. പ്രതീക്ഷ അർപ്പിക്കുന്നത് 400 എന്ന അക്കത്തിൽ തന്നെയാണ്. ബി.ജെ.പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ 3ാം വരവിന് തടയിടുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ കൂട്ടായ്മ, അതായത് ഇന്ത്യ മുന്നണി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുന്ന, അങ്ങനെ പറയാൻ കഴിയുന്ന കണക്കുകളോ രാഷ്ട്രീയ സാഹചര്യങ്ങളോ ഈ 5 ഘട്ടങ്ങൾ കഴിയുമ്പോൾ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? 400 എന്നുള്ളത് അപ്രമേയമായിട്ടുള്ളൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് 410-16 സീറ്റ് കിട്ടിയതൊഴികെ, അതും സഹതാപ രംഗത്തിനിടയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ആയിരിക്കും 400-ലധികം സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ 400 എൻ ഡി എക്ക്, 400 സീറ്റ് ബി.ജെ.പിക്കല്ല, രാജീവ് ഗാന്ധിക്ക്. അപ്പോൾ അത് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലൊന്നുള്ളത് അറിയാതെ പുറത്തൊന്നു. അപ്പോൾ 400 അപ്പോൾ ഇതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെയേറെ മുന്നിലായിപ്പോയി. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇന്ത്യ അലയൻസ് തുടങ്ങുന്നതിൻ്റെ സമയത്ത് ഉള്ളതിൽ നിന്ന് വിട്ടുപോയിട്ട് 40 സീറ്റിൽ 39 സീറ്റ് ബീഹാറിൽ എൻ ഡി എയുടെ കയ്യിൽ ഇപ്പം ഉണ്ട്. അതേമാതിരി തന്നെ അന്ന് അവർ വേറിട്ട് നിൽക്കുന്ന സമയം, ഇത് തുടങ്ങിയ നിതീഷ് ഇതിനു വേണ്ടി ഓടിച്ചാടി നടക്കുന്ന കാലഘട്ടമാണ്. അതിനുശേഷം തെലുഗുദേശം പാർട്ടി എവിടെയില്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ജനപക്ഷത്തെയും, അതായത് പവൻ കല്യാണിൻ്റെ ജനപക്ഷത്തെയും തെലുഗുദേശം പാർട്ടിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയതായിട്ട് അവരൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള സഖ്യങ്ങൾ. പിന്നെ അതിന് കുറച്ച് മുമ്പായിട്ടാണ് 2 പാർട്ടിയെ അവർ നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയും ശിവസേനയും അതേമാതിരി തന്നെ പവാറിന്റെ പാർട്ടിയൊക്കെ പിളർത്തിയത്. അതിന്റെ ബേസിസിലാണ് അവർ 400 എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ താങ്കൾ പറയുന്നത് തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും സാഹചര്യമാണ്. മാത്രമല്ല, വേണ്ടി വന്നാൽ ഒരു പോസ്റ്റ് പോൾ അലയൻസ് എന്ന നിലയിൽ ഈ YSRCP-യെ പോലും കൂടെ നിർത്താൻ ബി.ജെ.പി. ആലോചിക്കുന്നുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ അവർക്ക് ഹെഡ്സ് യു വിൻ ടെയിൽസ് യു വിൻ സിറ്റുവേഷൻ എന്ന് പറയും. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. കാരണം അവിടെ ഒന്നല്ലെങ്കിൽ YSRCP അല്ലെങ്കിൽ TDP, ഇതിലേതൊന്നും അവരോട് അലൈ ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ 400 പറയുന്നത്. പക്ഷേ വേറെ കണക്കനുസരിച്ചിട്ട് വലിയൊരു പ്രശ്നമുണ്ട്. 20 കേരളം, 40 തമിഴ്നാട്, 10 കർണാടകം, ഒരു 20 സീറ്റെങ്കിലും തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്രയിൽ ഒരു 20 സീറ്റ്. ഇതിനെ പ്രതിപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ ഞാൻ പറയണേ, ഒരു 10-12 സീറ്റ് കൂടി. ഞാൻ ഏറ്റവും കുറച്ച് സീറ്റേ കൂട്ടുന്നുള്ളൂ. ബീഹാറിൽ ഇപ്പം മാറിയിട്ടുണ്ട്. കാരണം ലല്ലുവിൻ്റെ അഖിലേഷും അതേപോലെ തന്നെ ലാലു പ്രസാദിൻ്റെയും പാർട്ടികൾ, മനസ്സിലായില്ലേ, അവർ തേജസ്വി അവർ കുറച്ച് ശക്തമായിട്ട് അവിടെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ തന്നെ ഇപ്പോൾ BJD-യും ഇവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്കിലേർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അറിയാലോ, ജഗന്നാഥ ക്ഷേത്രത്തിലെ താക്കോല്, അതായത് നമ്മുടെ രത്നഭണ്ഡാർ ഒറീസയിലെ രത്നഭണ്ഡാറിൻ്റെ താക്കോലുകൾ മോഷ്ടിച്ച് BJD-ക്കാർ മോഷ്ടിച്ചെടുത്തുകൊണ്ടിട്ട് അവിടുത്തെ ചീഫ് സെക്രട്ടറി തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും അത് തമിഴ്നാട്ടിലെത്തിയെന്നൊക്കെ കഥയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഏറ്റുമുട്ടൽ.
അത് ഡോക്ടർ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദമാണ്. അതിന്റെ സാഹചര്യം അവിടെ ഈ പുരി ജഗന്നാഥ ക്ഷേത്ര പുരി പൈതൃക പദ്ധതിയാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടമായി പട്നായിക്ക് എടുത്തു കാണിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള BJPയുടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യം. അതെ അതിന് അപ്പോൾ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇവരുടെ ഒരു സോഫ്റ്റ് അലൈയാണ്. കാരണം കഴിഞ്ഞ നമ്മുടെ ഭരണകാലഘട്ടത്തിൽ നിർണായക ഘട്ടങ്ങളിലെല്ലാം നവീൻ പട്നായിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിന് ഉണ്ടായിരുന്ന മാതിരി തന്നെ ഒരു കോൺഗ്രസ് വിരോധം മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആ സമയത്തൊക്കെ മോഡിയുടെ കൂടെ നിന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ ഇവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാക്കുകളും തന്ത്രങ്ങളും വളരെ മോശമായ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഒരു സാധ്യതയുണ്ട് മറ്റേ പ്രതിപക്ഷത്തിന്, അതേ മമതാ ബാനർജി. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇപ്പം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. വെറും ഇത്രയും പറഞ്ഞ സംസ്ഥാനങ്ങൾ പറഞ്ഞതിൽ ക്ലിയറാണ്. പക്ഷേ നാല് സംസ്ഥാനം ഞാൻ പറയാം. ഉത്തർപ്രദേശിൽ 80 സീറ്റ്, ഉത്തരാഖണ്ഡ് അടക്കം 85 സീറ്റ്, 54 സീറ്റ് ജാർഖണ്ഡ് അടക്കം ബീഹാറിൻ്റെ, പിന്നെ ഇവിടുത്തെ നമ്മുടെ ബംഗാളിലെ 54 സീറ്റ് മഹാരാഷ്ട്രയിൽ. അതെല്ലാം കൂടി വരുമ്പോൾ 250 സീറ്റിൽ മുകളിലോട്ട് 250ഓളം സീറ്റ് വരെയാണത്. ആ 250 സീറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫൈറ്റ് നടക്കണം, ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടക്കണതാണ്. കാരണം അവിടെയൊക്കെ ശക്തമായിട്ടുള്ള ഇന്ത്യ എന്നുള്ള വാക്കൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഇന്ത്യ ഒന്നും അവിടെ ഇല്ല. ഉദാഹരണം ഉത്തർപ്രദേശിലൊന്നും കോൺഗ്രസ് അല്ല, അവിടെ സമാജ്വാദി പാർട്ടിയാണ് ശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പുറത്ത് RJD ആണ്. 85 MLA-മാരെങ്ങാണ്ടുണ്ട് RJDക്ക് അവിടെ ബീഹാർ അസംബ്ലിയിൽ. ഇപ്പോൾ ഏറ്റവും നമ്പർ 1 പാർട്ടി അവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതേമാതിരി മമത അവിടെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പോരാട്ടത്തിൽ BJP ഇവിടെ വിജയിക്കുകയാണെങ്കിൽ BJPക്കല്ല, നമ്മുടെ NDAക്ക് 400 കിട്ടിയിട്ടില്ലെങ്കിലും 350-നും 400-നും ഇടയിലൊരു സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഇവിടെ വലിയ പരാജയം വെക്കുകയാണെങ്കിൽ അവർ 300-ന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. ഇതാണ് എൻ്റെ അതിനെ പറ്റിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അനാലിസിസ്. ഞാൻ പറയുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ, ഏതാണ്ട് 115 സീറ്റുകളിലാണ് ഇനി വിധിയെഴുത്ത് ബാക്കിയുള്ളത്. അവിടെ BJPയുടെ ആഭ്യന്തരമായിട്ടുള്ള അവരുടെ നോട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു കണക്കനുസരിച്ചായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിലായിരിക്കുമല്ലോ 400 സീറ്റ് എന്നത് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞത്. ഒരു ഇടവേളയിൽ അതുണ്ടായിരുന്നില്ല, 400 എന്ന അക്കം അവിടെ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് പറയുന്നതിന് പിന്നിൽ അവർക്ക് ആ തരത്തിലൊരു വ്യക്തമായ കാൽക്കുലേഷൻ കൊണ്ടായിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ ഈ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് പ്രതീക്ഷ നൽകുന്ന മേഖലകൾ അങ്ങനെ പറയാൻ താങ്കൾക്ക് കഴിയുമോ? ഇപ്പോൾ ഇനിയും ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഒരു മുന്നേറ്റത്തിന്റെ സാധ്യതയുണ്ട് എന്ന് താങ്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഫാക്ട്സ് എന്താണ്? വളരെ കറക്റ്റായിട്ടുള്ള ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുകയാണ് യോഗി ആദിത്യനാഥ്, അഖിലേഷിൻ്റെ. അവിടെ അഖിലേഷുള്ളൂ, അവിടെ മറിച്ചൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് BJP. രാഷ്ട്രീയ തന്ത്രത്തിൽ BJP നമ്പർ 1 ആണ്. അവർ BSPയെ കൊണ്ട് 20 മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തിയിട്ടുണ്ട്. ഈ മുസ്ലിം കാൻഡിഡേറ്റൊക്കെ ചാവേറാണ്, അവരാരും ജയിക്കാൻ പോകുന്നില്ല. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ മുസ്ലിം MYD, മുസ്ലിം യാദവ് ദളിത് അലയൻസ് ആണ് അവരിപ്പോൾ പറയുന്നത്. ദളിതരവരെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ അലയൻസിനെ പൊട്ടിക്കാനായിട്ട് 20 സീറ്റ് ഇവിടെ വെച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഇതിന് മുമ്പ് തന്നെ അവർ മറ്റേ യൂസഫ് പഠാനാണെന്ന് തോന്നുന്നു MP, അതായത് MIM-ന്റെ കാൻഡിഡേറ്റുകളെ നിർത്തിക്കൊണ്ട് മുമ്പ് അശോക് ചവാനെയും സുശീൽ കുമാർ ഷിൻഡെയും തോപ്പിച്ചിട്ടുണ്ട് അവർ. അതേമാതിരി തന്നെ അവർ ബീഹാറിൽ കൊണ്ടുവച്ച് മറ്റെന്താണ് പറയുക, നമ്മുടെ മുസ്ലിം ഏരിയയിൽ അവർ 5 MLA-മാരെ അവരൊക്കെ ജയിപ്പിക്കാൻ പറ്റി. അപ്പോൾ അവർ വോട്ട് കട്ടേഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മുസ്ലിം വോട്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ള ധാരണയുണ്ട്. മറിച്ച് ഈ പറഞ്ഞ നമ്മുടെ അഖിലേഷും അല്ലെങ്കിൽ തേജസ്വി യാദവും ഒക്കെ അവർ തന്നെ വളരെ ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഒറ്റയ്ക്ക് തന്നെ അവർ ജയിച്ചു പോരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പാർട്ടിയും മമതാ ബാനർജിയും വളരെ ശക്തിയായിട്ടുള്ള, അപ്പോൾ ഇവരായിട്ടുള്ള ഏറ്റുമുട്ടൽ ഭയങ്കര ശക്തമായിട്ട് നിൽക്കുകയും ഇപ്പുറത്തെ ഭാഗത്ത് UBT, അതായത് നമ്മുടെ ഉദ്ധവ് താക്കറെയാണ് ഏറ്റവും അധികം സീറ്റ് മത്സരിക്കുന്നത് മഹാരാഷ്ട്രയിൽ. കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത്, ശരത് പവാറും അല്ല മത്സരിക്കുന്നത്. അപ്പോൾ ഉദ്ധവ് താക്കറെ ഇപ്പോൾ ഒരു ജനവികാരം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. ഉദ്ധവ് താക്കറെ ഇപ്പോൾ കാരണം നമ്മുടെ ബാൽ താക്കറയുടെ കുടുംബവുമായിട്ട് വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട് ശിവസേന പ്രവർത്തകർക്ക് അവിടെ. അതേമാതിരി തന്നെ ശരത് പവാറിനെ പുറകിൽ നിന്ന് കുത്തി അജിത് പവാർ എന്നുള്ളൊരു തോന്നലുണ്ട്. അത് ശരത് പവാർ ഒരുപാട് പേരെ കുത്തിയിട്ടാണ് ഇവിടെ എത്തിയത്, അത് വേറെ വിഷയം. അന്ന് കുത്തണ കൂട്ടത്തിൽ അജിത് പവാർ, ശരത് പവാറും കോൺഗ്രസിനെ തന്നെ വസന്താദ പട്ടേൽ അടക്കമുള്ള ആൾക്കാരെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാണ് അവരുടെ എത്തിയത്, അവിടേക്ക്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 ഞാൻ ഇവിടെ മാത്രമുള്ളൂ കാര്യമായിട്ടുള്ള പോരാട്ടം കാണുന്നുള്ളൂ. രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ ഒന്നും അവിടെ BJP തൂത്തുവാരെന്നുള്ള അഭിപ്രായമാണ് എൻ്റെ. അതേമാതിരി തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം എൻ്റെ കൂട്ടത്തിൽ വെച്ച്, അത് നമ്പർ ഓഫ് സീറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പഞ്ചാബും ഡൽഹിയും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു 10-20 സീറ്റ് അവിടെ വരുന്നുണ്ട്. അവിടെ ഈ ഗജറിവാളിനെ പിടിച്ച് അകത്ത്
പുറത്തിട്ടതുകൊണ്ട് എന്ത് പ്രതിഫലനം അതിലുണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ AAP, അവിടെ 3-4 കക്ഷികൾ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബ്, പ്രത്യേകിച്ച് AAP ഉണ്ട്, അകാലിദൾ ഉണ്ട്, അതെല്ലാം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ശ്രീ KVS ഹരിദാസ്, രാജ്യത്ത് കഴിഞ്ഞ 2 ടേമിലെ ഭരണം കൊണ്ട് BJP നടപ്പാക്കി എന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിലും ഇനി ഭാവിയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പേരിൽ, അതായത് മോദി ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടിയുടെ പേരിലുമൊക്കെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്തിരുന്ന BJP ഒരു ഘട്ടത്തിൽ അത് ഇന്ത്യ സഖ്യത്തിലെ ഐക്യമില്ലായ്മയെക്കുറിച്ച്, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളെ കൊണ്ട്, വിദ്വേഷ പ്രസംഗങ്ങളെ കൊണ്ട്, അതോടൊപ്പം തന്നെ വ്യക്തി അധിക്ഷേപങ്ങൾ ഉയർത്തി ഏറ്റവും അധികം ചിലവ് വരുത്തി അല്ലെങ്കിൽ ഏറ്റവും അധികം തുക ചിലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങി BJP. നരേന്ദ്രമോദി അടക്കം, പ്രധാനമന്ത്രി അടക്കം, അമിത്ഷാ അടക്കമുള്ളവർ. ഇപ്പോൾ തെലങ്കാനയിൽ അമിത്ഷാ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് മുസ്ലിങ്ങൾക്കുള്ള 4% സംവരണം എടുത്തു കളയുമെന്നതാണ്. അങ്ങനെ അടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയും മോദി ഗ്യാരണ്ടിയുടെ പേരിൽ 3-ാം വട്ടവും അധികാരത്തിൽ വരാൻ കഴിയുമെന്നുമുള്ള BJPയുടെ ആത്മവിശ്വാസത്തിനും കണക്കുകൂട്ടലുകളും പിഴച്ചു തുടങ്ങി എന്ന ആശങ്കയിൽ നിന്നാണോ പുതിയ ആയുധങ്ങൾ പുറത്തെടുത്ത് പയറ്റാൻ BJP തീരുമാനിച്ചത്? ഇന്ത്യ കൂട്ടായ്മയുടെ വരവിനെ, അതിൻ്റെ വളർച്ചയെ, അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയാൻ BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് 400 സീറ്റ് എന്നത് ഇപ്പോൾ ഈ 5-ാം ഘട്ടം കഴിയുമ്പോൾ BJP ആത്മവിശ്വാസത്തോടെ പറയുന്നത്? അല്ല ഗോപി, ഒരു കാര്യം വ്യക്തമാക്കാം. BJP ഒരു അപ്ബീറ്റ് മൂഡിലാണ്. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 400 സീറ്റ് എന്ന് പറയുന്ന ടാർഗറ്റിനപ്പുറം കടക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം അതിൻ്റെ നേതൃത്വത്തിനുണ്ട്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും JP നദ്ദയും പോലുള്ള നേതാക്കന്മാർ പരസ്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ മാന്യ സുഹൃത്ത് ഡോക്ടർ ഗഫൂർ പോലും സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു. എത്രയൊക്കെ വന്നാലും 300 സീറ്റിനകത്ത് 300 സീറ്റിനടുത്തായിരിക്കും BJPക്ക് കിട്ടുക എന്ന്. അദ്ദേഹത്തിന് BJPയുടെ ചേർന്ന് നടക്കുന്ന ആളല്ല ഡോക്ടർ ഫസൽ ഗഫൂർ എന്നറിയാം. അദ്ദേഹം ഒരു സാധ്യതയാണ് പറഞ്ഞത്. അദ്ദേഹം പോലും സമ്മതിക്കുന്നു BJP വീണ്ടും അല്ല, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയില്ല ഗോപി. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാണ്ട് 300 സീറ്റിനടുത്ത് BJPക്ക് കിട്ടുമെന്നാണ്. അദ്ദേഹത്തിന് പോലും അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. 2-3 കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോരോ കാരണങ്ങളായിട്ട് വിലയിരുത്താം, വിശകലനം ചെയ്യാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണല്ലോ. ഉത്തർപ്രദേശിനെ കുറിച്ചാണ് പലപ്പോഴും വലിയ നിരീക്ഷണങ്ങളും നടക്കുന്നത്. 2019 BJP അവിടെ നിന്ന് ജയിച്ചത് 50%-ലധികം വോട്ട് നേടിക്കൊണ്ടാണ്. മോർ ദാൻ 50% വോട്ട്സ്. അന്ന് മായാവതിയും അഖിലേഷ് യാദവും തമ്മിൽ സഖ്യത്തിലായിരുന്നു. കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചത്. RLD എന്ന് പറയുന്ന ചരൺ സിംഗിൻ്റെ പഴയ പാർട്ടി, അവർ സമാജ്വാദി പാർട്ടിയുടെ സഖ്യത്തിലായിരുന്നു. ഇന്നത്തെ ചിത്രം എന്താ? ഡോക്ടർ ഗഫൂർ സൂചിപ്പിച്ചു, മായാവതി ഏതാണ്ട് എല്ലാ സീറ്റുകളിലും പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അഖിലേഷ് യാദവിൻ്റെ കൂടെയുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ UPയിലെ അവസ്ഥ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് 6% വോട്ടാണ്. അത് 2019. അവിടെ നിന്ന് അതിനേക്കാൾ താഴേക്ക് അവർ പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പാടൂർ പടിപ്പരയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ദയനീയമായ ചിത്രമാണ്. അപ്പോൾ ഒരു മിനിറ്റ് ശ്രീ KVS, താങ്കൾ ഉത്തർപ്രദേശ് പറഞ്ഞത് കൊണ്ടാണ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് BSP മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു സ്പോയിലറുടെ റോൾ എടുക്കുകയാണ്, BJPക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്നാണ്. അല്ലെന്നീ രാഷ്ട്രീയത്തിൽ പലരും പല പാർട്ടികളും പല തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തും. മായാവതി ഞങ്ങളുടെ മുന്നണിയിലുള്ള കക്ഷിയൊന്നുമല്ല, ഞങ്ങളുടെ കൂടെയുള്ള നേതാവുമല്ല. അവരവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളാണ് ഉത്തരവാദി. അത് രാഷ്ട്രീയമാണ്. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും. ചിലപ്പോൾ OIC ബീഹാറിലും മറ്റു സ്ഥാനാർത്ഥികളെ നിർത്തിയതിൻ്റെ കാര്യവും പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയിലൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തിയ കാര്യവും ഡോക്ടർ ഗഫൂർ ചൂണ്ടിക്കാണിച്ചില്ലേ. OIC BJPയുടെ സഖ്യകക്ഷിയാണോ? അവർ മുസ്ലിം പോക്കറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. കാരണം അങ്ങനെയാണെങ്കിൽ OIC ഉൾപ്പെടെ എന്തുകൊണ്ട് അവർ ഇന്ത്യ മുന്നണി ചേർക്കാതിരുന്നത്? മാറ്റി നിർത്തിയത് കൊണ്ടല്ലേ അവർ വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്.
അത് തമ്മിൽ താരതമ്യം ചെയ്തുകൂടാ ഗോപി. ഞാൻ പറഞ്ഞു വരുന്നത് ഉത്തർപ്രദേശിൽ 50% വോട്ട് നേടി ജയിച്ച ഞങ്ങൾക്ക് ഇത്തവണ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് 50% വോട്ടുകൾ നേടാൻ കഴിയും എന്നതാണ്. പിന്നെ മറ്റൊരു വലിയ സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിനെ കുറിച്ചും ഡോക്ടർ ഗഫൂർ സൂചിപ്പിച്ചു. ബീഹാറിൽ 2019 ഞങ്ങൾക്ക് 54, 55, 60% വരെ വോട്ട് കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും. അന്നത്തെ അവസ്ഥ തന്നെയാണ് ഇന്നും ഉള്ളത്. ബാഞ്ചിയും പാസ്വാനും BJPയും നിതീഷും ഞങ്ങൾ ഒന്നിച്ചുണ്ട്. അപ്പുറത്ത് കോൺഗ്രസും ആരാ ഉള്ളത്? പിന്നെ RJD ഉള്ളത്. കോൺഗ്രസിന് ബീഹാറിൽ എന്താ ഉള്ളത്? കഴിഞ്ഞ ഓണം കിഷൻഗഞ്ചിൽ നിന്ന് ഒരു സീറ്റ് കിട്ടി. എത്ര ശതമാനം വോട്ട് കിട്ടി? കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? ഈ ലാലുവും മക്കളും വിചാരിച്ചാൽ ബീഹാർ പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നേ അവരുടെ കയ്യിലാകുമായിരുന്നു. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ ലാലുവിനെയും മക്കൾക്കും അല്ല പ്രസക്തി, നരേന്ദ്രമോദിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തോട് തന്നെ ബീഹാറിലെ ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യും. പിന്നെ പറയുന്നത് മഹാരാഷ്ട്രയെക്കുറിച്ച് മാത്രമാണ് ഇവർക്കൊക്കെ തർക്കം ഉന്നയിക്കാവുന്നത്. അവിടെ NCP വളർന്നു, ഉദ്ധവ് താക്കറയുടെ പാർട്ടി വളർന്നു, ശിവസേന വളർന്നു. അതിലൊരു വലിയ വിഭാഗം BJPയുടെ ഒപ്പമുണ്ട്. അതിൽ വോട്ട് ആർക്കാണ് കൂടുതൽ എന്ന് മാത്രമേ തിരിച്ചറിയാനുള്ളൂ. ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഏതാനും മാസം മുമ്പാണ് മഹാരാഷ്ട്രയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഈ പറയുന്ന ഷിൻഡെയുടെ ശിവസേനക്കാരാ, അല്ലെങ്കിൽ അജിത് പവാറിൻ്റെ NCPക്കാരാ, BJPയോടൊപ്പം നിൽക്കുന്നവരാ വലിയ ഭാഗങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ ജയിച്ചത്. അതുകൊണ്ട് ഈ പവാറിന് പഴയ പ്രതാപമുണ്ട്, താക്കറേക്ക് പഴയ പ്രതാപമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാജ് താക്കറെ പോലുള്ള ഒരു BJPയോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന വലിയ റാലിയിൽ പങ്കെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്ര പോലും ഞങ്ങളുടെ പ്രതീക്ഷ സ്വീപ്പ് ചെയ്യാൻ കഴിയും എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് 400 സീറ്റ് അപ്രാപ്യമല്ല, അതിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയും. ഞങ്ങൾ ആ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ശരി, ശ്രീ KP ഷൗക്കത്ത് അലി, ഇവിടെ ക്ഷമിക്കണം, നൗഷാദ് അലി, ശ്രീ നൗഷാദ് അലി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ KVS ഹരിദാസ് ഇവിടെ പറഞ്ഞത്, കോൺഗ്രസിനെ പൊടി പോലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാൻ കിട്ടില്ല എന്നാണ്. എനിക്ക് തോന്നുന്നു ഇതിന് സമാനമായ രീതിയിൽ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ജൂൺ 4 ശേഷം രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ കണ്ടെത്താൻ ഒരു യാത്ര നടത്തേണ്ടി വരുമെന്ന്. അത്ര പരിഹാസ്യമായ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഏറ്റവും കാതലായ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിനെ കുറിച്ചുള്ള അവരുടെ പ്രചാരണം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വേദികളിൽ. ഇവിടെ ഒരു കണക്ക് ശ്രീ KVS ഹരിദാസ് പറഞ്ഞു. ഇപ്പോൾ ഉത്തർപ്രദേശിലാകട്ടെ, ബീഹാറിലാകട്ടെ, മഹാരാഷ്ട്രയിലാകട്ടെ, ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ BJPക്ക് അവരുടെ പഴയ പ്രകടനത്തിൻ്റെ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും. അതിൻ്റെ പുറത്താണ് 400 എന്നതിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നത് എന്നാണ് അവരുടെ അവകാശവാദം. എന്തായിരിക്കും ഉത്തർപ്രദേശിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? സമാജ്വാദി പാർട്ടിയുമായുള്ള കൂട്ട് കോൺഗ്രസിന് എങ്ങനെ ഗുണം ചെയ്യും? എങ്ങനെയാണ് RJDയുമായിട്ടുള്ള കൂട്ട് ബീഹാറിൽ തുണയ്ക്കാൻ പോകുന്നത്? എന്തായിരിക്കും മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതിൻ്റെ ഒരു കണക്കെടുപ്പ് എടുക്കുമ്പോൾ ഇപ്പോൾ താങ്കൾക്കറിയാം, പ്രശാന്ത് കിഷോറിനെ പോലുള്ളവരോട് മാധ്യമപ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ BJPക്ക് ഉയർന്നു വരാൻ കഴിയില്ലെങ്കിലും അവർ തന്നെ ഭരണത്തിലെത്തും എന്നാണ്. അതിന് കാരണമായി പല സന്ദർഭങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് രംഗം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത്, മോദി തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, മോദിയുടെ ഭരണത്തിൽ ചില അസ്വസ്ഥതകൾ, ചില നിരാശയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കാവുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ മോദി ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്കോ ജനങ്ങളുടെ മാനസികാവസ്ഥ മാറിയിട്ടില്ല എന്നാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഈ ഘട്ടത്തിലും പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 100% ജയിച്ച സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി. BJP നിങ്ങൾ നേരത്തെ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ബീഹാറിൽ 40-ൽ 39 ജയിച്ചത് BJP,
മധ്യപ്രദേശിൽ 28-ൽ 27 ജയിച്ചത് BJP, മഹാരാഷ്ട്രയിൽ 48-ൽ 41 ജയിച്ചത് BJP, കർണാടകയിൽ 28-ൽ 26, 27 ജയിച്ചത് BJP. ഇത്തരത്തിൽ അവർ ഈ സ്ഥലങ്ങളിലൊക്കെ പരമാവധി വിജയിച്ചു കഴിഞ്ഞു. പിന്നെ ഇവർ ഈ പറയുന്ന 400 കിട്ടണമെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിൽ നിന്ന് 2 അക്കം തികക്കും, തമിഴ്നാട്ടിൽ നിന്ന് 2 അക്കം തികക്കുന്നൊക്കെയാണ്. അങ്ങനെ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ 2 അക്കം തികക്കുമെങ്കിലും BJP 400 അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഒരു 525 സീറ്റെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ നേടും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാസ്യമായ കണക്കുകളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, കർണാടക കോൺഗ്രസിന് 1 സീറ്റ് മാത്രമേ ഉള്ളൂ. കർണാടകയിൽ കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മഹാരാഷ്ട്ര, അവിടെ ഛഗൻ ഭുജ്ബൽ എന്ന സീനിയർ നേതാവാണ് നിരീക്ഷിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവിനും പവാറിനും അനുകൂലമായിട്ടൊരു ജനകീയ വികാരമുണ്ട് എന്ന്. ബീഹാറിൽ 1 സീറ്റ് മാത്രം, കിഷൻഗഞ്ച്, കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യ മുന്നണിയിൽ വിജയിച്ചത്. അവിടെ RJDക്ക് വട്ടപൂജ്യമാണ് സീറ്റ്. അവിടെ ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം എന്താണ് എന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുക. രാജസ്ഥാനിൽ, അവിടെ കിഴക്കൻ രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ കാർഷിക സമരങ്ങൾ നടന്ന് അവിടെ കൃത്യമായ ഒരു ധ്രുവീകരണം ഉരുത്തിരിഞ്ഞ സംസ്ഥാനമാണ്. വസുന്ധര രാജ സിന്ധ്യയൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തിയതിൻ്റെ വലിയ തോതിലുള്ള രോഷം അവിടെ BJPയെ ബാധിക്കാൻ പോവുകയാണ്. ഹരിയാന 10 സീറ്റുണ്ട്, 100% വിജയിച്ച സ്ഥലം. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ 3 MLA-മാർ BJPക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് നേതാക്കളുടെ കൂടെ പത്രസമ്മേളനം നടത്തിയത്. അവിടെയാണ് മനോഹർലാൽ ഖട്ടറിന്റെ അടുത്ത ബന്ധുക്കൾ BJP വിട്ടത് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പരിസരങ്ങളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത്. ഇനി UP നിങ്ങളെടുക്കുക, UPയിൽ 62-2 64 സീറ്റ് BJP നേടിയിട്ടുണ്ട്. അവിടെ കേവലം 16 സീറ്റ് മാത്രമാണ് മിച്ചമുള്ളത്. അവിടെ എങ്ങനെ വന്നാലും BJPക്ക് നഷ്ടമല്ലാതെ BJPക്ക് ലാഭമുണ്ടാകാൻ പോകുന്നില്ല. കാരണം മോദി തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പ്, പുൽവാമ ഇല്ലാത്ത തെരഞ്ഞെടുപ്പ്, ബലാക്കോട്ട ഇല്ലാത്ത തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് വൈകാരിക വിഷയങ്ങളൊന്നും ഏശാത്ത തെരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം തൊട്ട് നിരന്തരം മോദി പറയുന്ന മംഗല്യ സൂത്രവും മുസ്ലിങ്ങൾക്ക് സ്വത്ത് കൊടുക്കലും മുസ്ലിങ്ങൾക്ക് സംവരണം വീതിച്ചു കൊടുക്കലും പെറ്റുപെരുകുന്നവരും അടക്കമുള്ള എന്തൊക്കെ ആക്ഷേപങ്ങൾ ഇവിടെ ശശികല ടീച്ചറെക്കാൾ അതപ്പതിച്ച രീതിയിൽ സംസാരിച്ചു. ഏതെങ്കിലും ഒന്ന് ഇന്ത്യ രാജ്യത്ത് ചർച്ചയായോ? എവിടെയും ഒരു ചർച്ചയില്ല. ഇവിടെയൊക്കെ ജീവസന്ധാരണ വിഷയങ്ങൾക്കാണ് മേൽക്കൈ. തൊഴില്, വിലക്കയറ്റം, പാർപ്പിടമില്ലായ്മ, ഭക്ഷണമില്ലായ്മ, ഇതൊക്കെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ ഓരോ ചുവടും വെക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിന്റെ മുമ്പായിരുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ BJP നിശേഷം മുന്നേറുന്ന കാഴ്ചയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് BJP 400 കിട്ടുമെന്നൊക്കെ പലരും പറഞ്ഞു. എന്നാൽ 1ാം ഘട്ടം കഴിഞ്ഞതോടുകൂടി ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം സിഫോളജിസ്റ്റുകളും BJPയുടെ പിന്നിറക്കമാണ് പ്രവചിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെതിരെയുള്ള മുൻവൈരാഗ്യമൊക്കെ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ശ്രീ നൗഷാദ് അലി കേൾക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പറയൂ, കേൾക്കുന്നുണ്ട് ഞാൻ. ടെലിഫോൺ ലൈൻ കട്ടായതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് മുന്നേറാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ശ്രീ സന്തോഷ് ജോയ്, മാധ്യമപ്രവർത്തകൻ, നമ്മളോടൊപ്പം ഉണ്ട് ഈ ചർച്ചയിൽ. ശ്രീ സന്തോഷ് ജോയ്, 2014-ലെയും 19-ലെയും പോലെയല്ല, BJPയുടെ പിന്നാക്കിറക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് എന്നാണ് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞത്. അതിന് അനുകൂലമായ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിന്റെ ഈ 5 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ താങ്കൾ കാണുന്നുണ്ടോ? ഒരുപക്ഷെ 3 ഘടകങ്ങളാണ് BJPയുടെ നിലനിൽപ്പ് നിശ്ചയിക്കുന്നത്. ഒന്നാമത്തേത് ജനതയ്ക്ക് BJPയുടെ റൂളിനെ പറ്റി ഒരു അതൃപ്തി ഉണ്ടോ, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലയോ, ദേഷ്യമുണ്ടോ? അത് ദേഷ്യമുണ്ട്. നമ്മൾ ഇറങ്ങി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ലൈവ്ലിഹുഡ്, ഫുഡ്, എല്ലാ വിഷയങ്ങൾ അവർക്ക് വളരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അവർക്ക് ദേഷ്യമുണ്ട്, മനസ്സിൽ ദേഷ്യമുണ്ട്. പക്ഷെ ആ ദേഷ്യവും ആ പ്രയാസങ്ങളും വോട്ട് ബൂത്തിൽ ചെന്ന് BJPയുടെ അഗെയിൻസ്റ്റ് വോട്ട് കൊടുക്കാനുള്ള ധൈര്യം അവർക്ക് നൽകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ കാര്യം,
ഇതുവരെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ ജനതകളെ മനസ്സിലാക്കിയേക്കെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉള്ള പ്രശ്നങ്ങളുടെ എല്ലാ പരിഹാരം ഒരു മനുഷ്യൻ്റെ കയ്യിലാണ്. ഒരു സൂപ്പർമാൻ, ഒരു സൂപ്പർ ഹ്യൂമൻ, കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഓടി നടന്ന് ഒരു ട്രെയിനിന് കൊടി കാണിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു ഇലക്ഷൻ നടന്നാൽ 5 ഘടകത്തിൽ ഒരു 2-3 മാസം എല്ലാവരെയും അതിനകത്ത് ഇട്ടിട്ട് ഒരാൾ തന്നെ ക്യാമ്പയിൻ ചെയ്ത് ഇലക്ഷൻ നടത്തുന്ന ഒരാൾ, ആ ഒരു സൂപ്പർ ഹ്യൂമൻ. അതുപോലെ പ്രാദേശിക നേതാക്കളെല്ലാം ശൂന്യമായി മാറുന്നു, പ്രാദേശിക വിഷയങ്ങൾ ശൂന്യമായി മാറുന്നു. BJPയുടെ അടുത്ത എല്ലാ പ്രാദേശിക പാർട്ടികളും, അത് ശിരോമണി അകാലിദളാവാം, അത് പാസ്വാന്റെ പാർട്ടിയാകാം, AIDMK ആകാം, അല്ലെങ്കിൽ ശിവസേന ആകാം, എല്ലാം ശൂന്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ പ്രാദേശിക വിഷയങ്ങളും പ്രാദേശിക പാർട്ടികളും പ്രാദേശിക കാര്യങ്ങളും എല്ലാം ശൂന്യമാക്കിയിട്ട് ഒരു ഡൽഹി സെൻട്രിക് ഒരു റൂളിനെ, ഈ 10 വർഷം നമ്മൾ കണ്ട റൂളിനെ ജനതയ്ക്ക് അതിന് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ ഇല്ലയോ, അതായിരിക്കാം ഈ ഇലക്ഷൻ്റെ തീരുമാനങ്ങൾ തീരുമാനിക്കുന്നത് ബേസിക്കലി. പക്ഷെ വോട്ട് കൊടുത്താൽ മാത്രം പോരാ, ഈ വോട്ട് കൊടുത്തിട്ടും BJPയുടെ ഒരു നെറ്റ്വർക്കിംഗ്, അത് ബ്യൂറോക്രാറ്റ്സിൻ്റെ കൂടാവാം, ഇലക്ഷൻ കമ്മീഷൻ്റെ കൂടാവാം, അത് ആ ഒരു ഇലക്ഷൻ്റെ റിസൾട്ടിൽ അത് റിഫ്ലക്റ്റ് ആവുമോ ഇല്ലയോ, അതിനെപ്പറ്റി പല ആൾക്കാർക്ക് ശങ്കയുണ്ട്. അപ്പം ഇന്ത്യ അലയൻസിൻ്റെ വിജയം അത്ര ഒരു ഈസി ടാർഗറ്റ് അല്ല. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും, അത് കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കീരിപ്പാമ്പും പോലാണ്, പക്ഷേ അവർ നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്ത് ക്യാമ്പയിൻ ഇതുവരെ നടത്തുന്നുണ്ടൊരു കാര്യം ഞങ്ങൾ കാണുന്ന കാര്യമാണ് ഡൽഹി പോലും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ അലയൻസിന് ഒരു അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസസ് ഈ ഇലക്ഷൻ ക്യാമ്പയിനിലില്ല. ബാലാക്കോട്ട് പോലുള്ള ഒരു അൺനാച്ചുറൽ ഡെവലപ്മെന്റ് ഇല്ലാത്തത് അത് BJPക്ക് വലിയൊരു ഒരു ക്ഷീണമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ മാധ്യമപ്രവർത്തകരുടെ പേര് പറയുന്നില്ല, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചില മാധ്യമപ്രവർത്തകർ അവർ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ അവർ പ്രയോഗിച്ച, അല്ലെങ്കിൽ അവർ ഒരു ഉദാഹരണമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ഇത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു കുടുംബത്തെ പോലെയാണ്, ഭാര്യയും ഭർത്താവിനും പോലെയാണ്. വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള നാളുകളിൽ അവർക്കിടയിലുള്ള റൊമാൻസ്, അവർക്കിടയിലുള്ള പ്രണയം കുറെ കൂടി സമ്പന്നമായിരിക്കും. എന്നാൽ അതൊരു 10 വർഷം കഴിയുമ്പോൾ അവർക്കിടയിലുള്ള പ്രണയം ആ തോതിൽ ഉണ്ടാകില്ല. എന്നാൽ ഭർത്താവിനെയോ ഭാര്യയോ വേർപെടുത്തി നിർത്താൻ കഴിയുന്ന സാഹചര്യവുമായിരിക്കില്ല. ബന്ധം എന്ന നിലയിൽ ആ കുടുംബം അവിടെ നിലനിൽക്കും. അതുപോലെയാണ് ഈ 2 ടേം കഴിഞ്ഞുള്ള 3-ാം ടേമിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ മോദി സർക്കാരിൻ്റെ അവസ്ഥ. തുടക്കത്തിലുണ്ടായിരുന്ന ആ സ്നേഹമില്ലെങ്കിൽ പോലും ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വെറുപ്പ് രൂപപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു വിലയിരുത്തൽ. രണ്ടാമതൊരു വിലയിരുത്തൽ, നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും പകരം രാഹുൽ ഗാന്ധിയെ അധികാരത്തിലേറാം എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു ജനതയെ ഭൂരിപക്ഷമായി ഇന്ത്യയിൽ കാണാൻ കഴിയുന്നില്ല എന്നാണ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കേരളത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ചില മാധ്യമപ്രവർത്തകർ നടത്തിയത് ഞാൻ കണ്ടു. അതിനോടൊക്കെ താങ്കൾ യോജിക്കുമോ? ഒരുപക്ഷെ ഈ ഇലക്ഷന്റെ വിഷയം രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ NDA അലയൻസോ UPA അലയൻസോ അല്ല. ഒരുപക്ഷെ BJP വളരെ ബുദ്ധിപൂർവ്വം ഒരു ചെയ്ത കാര്യം, ഒരു 400-ന്റെ ഒരു സംഖ്യ പറഞ്ഞ് നമ്മളെ എല്ലാവരും ബിസിയാക്കി. ഇപ്പൊ ഈ ചർച്ചയുടെ ഭൂരിപക്ഷ ഭാഗം പോലും ഡ്രീം 11 ടീം ഉണ്ടാക്കി പന്തയം വെക്കുന്ന പോലെ 400 കിട്ടുമോ കിട്ടത്തില്ലയോ, എന്തുകൊണ്ട് കിട്ടത്തില്ല? അപ്പൊ BJPക്കാർ പറയും കിട്ടും, നമ്മളല്ല ഈ കോൺഗ്രസ്സുകാർ പറയും കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ ഈ സംസാരത്തിൽ ജനതയുടെ വിഷയങ്ങൾ, ഈ ഇലക്ഷൻ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിന്റെ ഇലക്ഷനാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടിക്കും ഉണ്ട്, ജനങ്ങൾക്കും ഉണ്ട്, സിവിൽ സൊസൈറ്റിക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഡെമോക്രസിക്ക് തന്നെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിന്റെ സിറ്റുവേഷൻ ആണ്. ഈ ഇന്ത്യ അലയൻസ് ഒരു അലയൻസ് ഒന്നുമല്ല. ഇതവർ പരസ്പരം ജീവിച്ചു പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവര് കണ്ടെത്തിയ ഒരു മാർഗമാണ്. ഈ ഇലക്ഷൻ എങ്ങനെങ്കിലും ജയിച്ചില്ലെങ്കിൽ ഈ റീജിയണൽ പാർട്ടീസിന്റെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അഖിലേഷ് യാദവും
ഈ രാഹുൽ ഗാന്ധിയും അവർക്കൊന്നും അവരുടെ കട പൂട്ടി അവർക്ക് പോകേണ്ടി വരും ഈ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ. അത് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും. ഒരുപക്ഷെ ന്യൂസ് 24 നാളെ രാവിലെ ഫോൺ വരും, 24 മണിക്കൂർ അത് അടച്ചിട്ടേക്കാൻ പറഞ്ഞാൽ അടച്ചാലേ പറ്റത്തുള്ളൂ. പല കാര്യങ്ങൾ, പല തീരുമാനങ്ങൾ. UPA അലയൻസിലൊക്കെ ഞങ്ങൾ PTI കറസ്പോണ്ടന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ നിത്യ ജോലി എന്ന് പറഞ്ഞാൽ 2 രൂപ റേഷനിൽ അരിക്ക് വില കൂട്ടിയപ്പോൾ ആൾക്കാരെല്ലാം ജന്തർ മന്ത്രി വരുന്നു, അവിടെ ബാറ്റൺ ചാർജ് ഉണ്ടാവുന്നു, എന്നിട്ട് മൻമോഹൻ സിംഗ് 2 രൂപ വില കുറയ്ക്കുന്നു. എത്ര രൂപ വില കൂട്ടിയിട്ടും എത്ര ലാൻഡ് അക്വയർ ചെയ്തിട്ടും ആരെങ്കിലും പ്രതിഷേധിക്കാനോ ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാനോ വന്നിട്ടുണ്ടോ? നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ഈ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ കോമൺ മാനിനെ പോളിറ്റിക്സിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് മാറ്റിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കോമൺ മാനിനോടുള്ളൊരു ഒരു സ്ട്രേറ്റ് മെസ്സേജിങ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് എന്ന് പറയാം, യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ലെറ്റ് us ഡു പോളിറ്റിക്സ് ആൻഡ് ദ ബിസിനസ് ഓഫ് പോളിറ്റിക്സ്. അത് ഒരു വ്ളാഡിമിർ പുതിൻ ഒരു സ്റ്റൈലാണ്, അത് റഷ്യയുടെ സ്റ്റൈലാണ്. റഷ്യയുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹു വിൽ ഡു ബിസിനസ്, മൈ ഫ്രണ്ട്സ് വിൽ ഡു ബിസിനസ്, യു പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തോട് പോകുന്ന, അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞു. പക്ഷെ ഈ ഇലക്ഷൻ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആകാനുള്ള നല്ല സാഹചര്യങ്ങളുണ്ട്. ശ്രീ സന്തോഷ് ജോയ്, അങ്ങനെ അത്ര അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മവും ഉത്തരവാദിത്വവുമാണല്ലോ അത് ജനതയെ കൃത്യമായി ബോധ്യപ്പെടുത്തുക, അത് അവർക്ക് എന്തിന് വോട്ട് ചെയ്യണമെന്ന് അവരിൽ ആ ഒരു സാക്ഷരത ഉണ്ടാക്കുക. അതിന് പകരം സീറ്റിന്റെ പേരിൽ ആരാണ് നേതാവ് എന്നതിന്റെ പേരിലൊക്കെ തർക്കവും പരസ്പരം പോരടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിപക്ഷ കൂട്ടായ്മയാണ് തങ്ങൾക്കെതിരെ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനല്ലേ നരേന്ദ്രമോദി ശ്രമിച്ചത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പോരായ്മകളല്ലേ? ഈ പ്രതിപക്ഷത്തിന്റെ ഡെഫിനേഷൻ തന്നെ അട്ടിമറിച്ചു. ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കുറെ പൊളിറ്റിക്കൽ പാർട്ടി കൂട്ടി വരുന്ന അത് പ്രതിപക്ഷമല്ല. മൻമോഹൻ സിംഗിന്റെ അഗേൻസ്റ്റ് പ്രതിപക്ഷം ആരായിരുന്നു? അന്ന ഹജാരെ ആയിരുന്നു പ്രതിപക്ഷം. രാംലീല മേധാനി കൂടി വന്ന ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു പ്രതിപക്ഷം. അപ്പൊ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ മീഡിയ ഉൾപ്പെടെയുള്ള സിവിൽ സൊസൈറ്റി, നമ്മൾ എല്ലാവരുമാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയെ ചെക്സ് ആൻഡ് ബാലൻസിൽ നിർത്തുക. ഈ പൊളിറ്റിക്കൽ പാർട്ടി 40 സീറ്റുള്ള കോൺഗ്രസ് ആണോ പ്രതിപക്ഷം? പ്രതിപക്ഷം അവരല്ല. അവര് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഫേസ് മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷം ഈ പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണ്. നമ്മൾക്കൊരു ശ്രീ സന്തോഷ് ജോയ്, എന്റെ ചോദ്യത്തെ താങ്കൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി വേണ്ട നമുക്ക് ഇനി ഈ ടേമിൽ എന്ന് തീരുമാനിച്ചാൽ പകരം ആര് വേണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരാളപ്പുറത്ത് വേണമല്ലോ. ആ പ്രതിസന്ധി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയതാരാണെന്നാണ്. അല്ല, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ആരെന്ന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. നമ്മളിപ്പോൾ ഒരു രോഗിയോട് ചോദിക്കുമോ ക്യാൻസർ അല്ലെങ്കിൽ എന്തുവാണെന്ന്, ക്യാൻസർ അല്ലെങ്കിൽ എന്തോ വേണമെന്ന് ചോദിക്കുമോ? നമുക്ക് ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അടൽ ബിഹാരി വാജ്പേയി അല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചിട്ടാണോ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായത്, അല്ലെങ്കിൽ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായത്? ഒരുപക്ഷെ ഈ ഡെമോക്രസിയിൽ ഇലക്ടഡ് മെമ്പേഴ്സ് ചൂസ് ദെയർ ലീഡേഴ്സ്. ഹി ഈസ് ദ ലീഡർ ഓഫ് ദ ഇലക്ടഡ് പാർട്ടി. സൂപ്പർ ഹ്യൂമൻ, ഹി ഈസ് നോട്ട് ദ കിങ്. ശ്രീ സന്തോഷ്, ഐ അഗ്രി വിത്ത് ദാറ്റ് ഫിലോസഫി. ഐ അഗ്രി വിത്ത് യുവർ ഫിലോസഫി. പക്ഷെ അത് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? അത് പ്രതിപക്ഷത്തിന് അത് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല. പ്രതിപക്ഷത്തിന് ആ കാര്യം ജനതയ്ക്ക് അത് മെസ്സേജിങ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഈ പോളിറ്റിക്സ് പെർസോണിഫൈ ആയിപ്പോയ. ഇന്ന് നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ നമ്മൾ എടുത്തു നോക്കിയാൽ നരേന്ദ്രമോദി ക്യാമ്പയിൻ റാലീസിൽ നിന്നെല്ലാം പറയുന്നത് ഞാൻ ഈ നാടിനെ അതാക്കി കളയും, ഞാൻ ഈ നാടിനെ ഏറ്റവും വലിയതാക്കി കളയും, ഞാൻ താങ്കൾ ആരാ? വിക്രമാദിത്യ രാജാവോ? താങ്കളല്ല, താങ്കളുടെ ക്യാബിനറ്റ് ആണ് ഈ നാടിനെ ഭരിക്കുന്നത്. താങ്കൾ ആ ക്യാബിനറ്റിൽ ലീഡ് ചെയ്യുന്ന ഒരു നേതാവ് മാത്രം. ഞാനാണ് 80 കോടി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ദൈവമാണോ നരേന്ദ്രമോദി ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ? ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ എന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടിയാണ്. അത് പിന്നീട് മോദി സർക്കാർ ഗ്യാരണ്ടിയായി മാറുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ
കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ ഫണ്ട് ഏറ്റവും കൂടുതൽ ചെലവാക്കപ്പെട്ടതും ഒരുപക്ഷെ BJP സ്വന്തം നിലയ്ക്ക് ചെലവാക്കിയ തുകയുമൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പരസ്യത്തിനും പ്രചാരണത്തിനും വേണ്ടി വലിയ തുക ചെലവാക്കി എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ മോദി ഗ്യാരണ്ടി പ്രഖ്യാപിക്കപ്പെടുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഉഷ്ണത്തിലേക്ക് ആ ചൂടിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണ്. മറിച്ച് ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ വരുന്നു. ഇവിടെ അയോധ്യയിലെ രാമക്ഷേത്രം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ബുൾഡോസ് ചെയ്യും എന്ന് പറയുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം തന്നെ പറയുന്നു അവിടെ ബാബറി പൂട്ടിട്ട് പൂട്ടും. പിന്നീട് അതൊക്കെ അദ്ദേഹം നിഷേധിച്ചെങ്കിലും മാത്രമല്ല ബുൾഡോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് പോയി ട്യൂഷന് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞതിനെയൊക്കെ ഇപ്പോൾ അദ്ദേഹം നിഷേധിച്ച് പറയുന്നുണ്ട്. അമിത്ഷാ തെലങ്കാനയിൽ പറയുന്നു 4% മുസ്ലിം സംവരണം ഉണ്ടെങ്കിൽ അത് എടുത്തു കളയും എന്ന് പറയുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ രത്നഭണ്ഡാരങ്ങളുടെ താക്കോൽ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് കൊടുത്തുവിട്ടിരിക്കുന്നു തമിഴ്നാട്ടിലേക്ക്. അതുകൊണ്ട് ഈ ജഗന്നാഥ ക്ഷേത്രവും ഇതാ കൈമോശം വരാൻ പോകുന്നു എന്ന് ജനങ്ങളോട് പറയുന്നു. അപ്പോഴങ്ങനെ വിദ്വേഷ സ്വഭാവമുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ കരുത്താർജിക്കുമെന്ന ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ല ഇന്ത്യയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭരണം പിടിക്കാൻ ഇതൊക്കെ ഏറ്റവും അനിവാര്യമായ ആയുധമാണെന്ന് BJP കരുതുന്നു എന്നതുകൊണ്ടാണോ? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ശ്രീ ജോയെ പറഞ്ഞോടത്ത് ഞാൻ പറയാം. നമ്മൾ പറയുന്നു ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്, മോഡി അതൊക്കെ അദ്ദേഹം വാക്കൊക്കെ ഉപയോഗിച്ചില്ല മോഡിയെ പറ്റിയിട്ട്. നമ്മൾ ഇതേമായി തന്നെ ഇന്ത്യ ഇസ് ഇന്ദിര ഇന്ന് ദേവകാന്ത് ബറുവ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു. ഉടനെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതികരണങ്ങളുണ്ടായി. എമർജൻസിക്ക് എതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നു. ഇന്ദിരാഗാന്ധിയെ എടുത്ത് ജനം കടലിലെറിഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് അടക്കം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ ആൾ മാത്രമേ വടക്കേ ഇന്ത്യയിൽ ജയിച്ചുള്ളൂ കോൺഗ്രസിൻ്റെ എന്ന്. അതുമാതിരി ഒന്നും ഒരു പോരാട്ടം നടക്കുന്നില്ലോ. നമ്മളിവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ ഉണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ തമ്മിൽ കുത്തുന്നു. മനസ്സിലായോ? നമ്മളിവിടെ വടകരയിൽ വന്നിട്ട് ഏറ്റുമുട്ടുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ മറ്റേ അധീർ രഞ്ജനും മറ്റേ കാർഗേയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളുമായി അന്ന് എല്ലാ പാർട്ടികളും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് മൂവ്മെൻറ്റ് വേണമായിരുന്നു ഇതിനെതിരായിട്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെ പറ്റിയിട്ട്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇവർ ഫാസിസ്റ്റുകളാന്ന് പറഞ്ഞിട്ട് ഇവർ പറയേണ്ടൊക്കെ ഇവർ പറയുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷനോട്ട് മിണ്ടുന്നുമില്ല എന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കാർഡ് വലുതായിട്ട് ഇനി ചിലവാവില്ല. ഈ ആൻറ്റി മുസ്ലിം കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്ലേ ചെയ്ത് ഏതൊരു കാർഡ് നമ്മൾ പ്ലേ ചെയ്താലും കുറേ കഴിഞ്ഞാൽ അതിനൊരു വിലയില്ലാതാവും. പ്രത്യേകിച്ച് ഇപ്പം മുസ്ലിം സമുദായം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഇലക്ഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യയിൽ ആകെ 26 MP-മാരുള്ളൂ. അതിൽ 15 സീറ്റിൽ അവർ ഭൂരിപക്ഷമുണ്ട്, അവരല്ലെങ്കിലും ജയിച്ചേനെ. ഇത്തവണയാണെങ്കിൽ ആകെ അവർക്ക് സീറ്റ് കഴിഞ്ഞ തവണ 120 സീറ്റിൽ മത്സരിച്ചെന്ന് അവർക്ക് 75 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ അവരടുത്ത് മാത്രമല്ല പോരാട്ടം നടക്കുന്നത്, DMK ആയിട്ട് പോരാട്ടം നടന്നില്ലേ? ധ്രുവീകരണ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ധ്രുവീകരനെതിരായിട്ടുള്ള ധ്രുവീകരണം മാത്രമല്ല, DMK ആയിട്ടുള്ള ധ്രുവീകരണം, സനാതന ധർമ്മത്തെ പറ്റിയിട്ട് ഒരു ഏറ്റുമുട്ടലിവിടെ നടന്നല്ലോ. എന്താ DMKക്ക് സനാതന ധർമ്മത്തിനെ എതിർക്കാനായിട്ടുള്ള അധികാരമുണ്ട്. കാരണം അത് പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ ദ്രാവിഡ ഫിലോസഫിയിൽ പെട്ടതാണ് സനാതന ധർമ്മം എന്നതിനെതിരായിട്ട് എതിർക്കാതെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിപ്പോൾ കഥ കോടതി കിടക്കുന്നു പോയിട്ട്. അതേമാതിരി തന്നെയാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടത്. ഗിരിവർഗ്ഗക്കാർ, അവർ ക്രിസ്ത്യനുമുണ്ട് ക്രിസ്ത്യൻ അല്ലാത്തവരുമുണ്ട്, അവർ തമ്മിലുള്ള പോരാട്ടം. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങൾ ബീഹാറിനെ സംബന്ധിച്ച് ഞാൻ പറയാം, ബീഹാറിലുണ്ടായിട്ടുള്ള പോരാട്ടം നടന്നു. ബീഹാറിലെ പിന്നോക്ക ജാതികൾ 2 തട്ടിൽ നിൽക്കുകയാണ്. എക്സ്ട്രീംലി ബാക്ക്വേർഡ് ഗ്രൂപ്പ് BJPയുടെ കൂടെയും OBC അതായത് യാദവ് അടക്കമുള്ളവർ അപ്പുറത്തെ ഭാഗത്ത്. ഇത് തന്നെ ഉത്തർപ്രദേശിൽ നടക്കുന്നത്. അപ്പം മൊത്തം രാജ്യത്ത് ഒരു ധ്രുവീകരണ സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. അതെല്ലാം നമുക്ക് കണ്ടിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞുതരാം. മറ്റേ നമ്മുടെ മുസ്ലിം സംവരണം ഇന്ത്യയിൽ മുസ്ലിമായിട്ടല്ല കൊടുക്കുന്നത്, OBCകളിൽ പെടുത്തിയിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ് അത് കൊടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ BJP മാത്രമല്ല കോൺഗ്രസും എതിർത്തു എന്നുള്ളതാണ് ഒരു വസ്തുത അന്ന്. ഇന്നിപ്പോൾ അവർ ജാതി സെൻസസും മണ്ഡൽ നടപ്പാക്കിയതിനെ പറ്റിയിട്ടൊക്കെ രണ്ടുപേരും പറയണ്ടെങ്കിൽ കൂടി. അപ്പോൾ അവിടെ ഇതിൽ അപ്പോൾ അത് ഒരു തെറ്റായ ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുസ്ലിമുകൾക്ക് ഇതായിട്ട് കൊടുത്തു. ആന്ധ്രാപ്രദേശിലെ കാര്യം ഞാൻ അംഗീകരിക്കുക. അത് രാജശേഖര റെഡ്ഡി നടത്തുന്ന ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അദ്ദേഹത്തെ പോയി കോടതി അത് തടഞ്ഞു വെക്കുകയും അതൊരു ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ വെച്ചിട്ട് മുസ്ലിം ബാക്ക്വേർഡ് ഫോർവേഡ് ആയിട്ട് തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതേമാതിരി തന്നെയുള്ള പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് കാരണം, ഈവൻ പിത്രോഡയുടെ കാര്യം നമുക്കറിയാലോ. പിത്രോഡ ചാടിക്കറി ഡെത്ത് ഡ്യൂട്ടി അത് 1984 വരെ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇന്ത്യയിലുണ്ടായിരുന്നു.
അതിൻ്റെ പേര് ഡെത്ത് ഡ്യൂട്ടി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. അത് രാജീവ് ഗാന്ധി എടുത്ത് കളയത്, അങ്ങനെയാണ് അത് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രോത ചാടിക്കയറി മണ്ടത്തരം പറഞ്ഞപ്പോൾ എന്ത് പറ്റി വെച്ചാൽ കോൺഗ്രസ് എന്തോ അതിനനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഫാൾസ്ഹുഡ്, അതായത് പച്ച നുണ പ്രചരണങ്ങളുള്ള അപ്പുറത്തും ഇപ്പുറത്തുമുള്ള തരത്തിലുള്ള ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, താഴത്തെ ലെവലിൽ ജനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, അവരുടെ ഭക്ഷണം, ഇന്ത്യ ഒരുപാട് ഇൻഡൈസസ്, ഞാൻ ഇൻഡൈസസ് ഒന്നും പറയുന്നില്ല, കൺസംഷൻ ഇൻഡൈസസ് തൊട്ടിട്ട് പോവർട്ടിയുടെ മറ്റുള്ള ഇൻഡൈസസിലൊക്കെ പുറയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അതിനെ പറ്റിയിട്ട് ജനം ചിന്തിക്കേണ്ട, വിലക്കയറ്റത്തെ പറ്റി ജനം ചിന്തിക്കേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതിപ്പോൾ പോയിട്ട് അവിടെ പോയിട്ട് പ്രസംഗിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, മതവിഭാഗത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു ജാതി വിഭാഗത്തിനെതിരായിട്ടോ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് പറയാം, രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്ത്യ ഷൈനിങ് എന്ന പേരിൽ അടൽ ബിഹാരി വാജ്പേയി ജയിച്ചതായിട്ടില്ലേ നമ്മളെല്ലാ ചാനലുകളും പറഞ്ഞത് അദ്ദേഹത്തിന് മുമ്പ്. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുമ്പോൾ മോഡിയെക്കാട്ടും വലിയ ഉയർന്ന ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വെച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ നടത്തിയത്. തോറ്റ് തുന്നം പഠിപ്പുകയില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല, താഴത്തെ ലെവലിൽ എന്തോ താഴത്തെ ലെവലിൽ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. താഴത്തെ ലെവലിൽ ജനങ്ങൾ അസ്വസ്ഥരാണ്. അതാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ താഴത്തെ ജനങ്ങളെ കുത്തിപ്പൊക്കാനായിട്ട് ജാതിയോ മതമോ ആര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് ഫലിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ പാടില്ല, ഞാൻ 300 BJPക്ക് കിട്ടുമെന്ന NDAക്ക് കിട്ടും എന്ന് പറയുമ്പോൾ മറ്റൊരുക്ക് 240 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫൈറ്റ് ഇല്ലേ? അവർ ഈക്വലൈസ് ചെയ്തൊരു ഫൈറ്റ് 30 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോയി, അങ്ങനെയല്ല നമുക്ക് ഒരു നിരൂപണം നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ രണ്ടുപേർക്ക് 270 കിട്ടും എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയാണ് ഞാൻ ഇതിൽ പറയാനുള്ളത്. അതായത് പുറമേ കാണുന്ന കാര്യങ്ങളല്ല, അത് അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, ഗ്രൗണ്ടിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ജനങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതിൽ BJPക്ക് ചില ആശങ്കകളുണ്ട്. അതുകൊണ്ടാണ് ഈ ജാതിക്കാടൊക്കെ എടുത്ത് BJP പ്രയോഗിക്കുന്നത് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ശ്രീ സന്തോഷ് ജോയ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. ഇവിടെ യഥാർത്ഥ പ്രതിപക്ഷത്തെ, അതായത് ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തെ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തേക്ക് മോദി ഈ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ രാജ്യത്തെ ജനങ്ങൾ യഥാർത്ഥ പ്രതിപക്ഷമായി ഉണർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അടിയന്തരാവസ്ഥ എന്ന ചരിത്രത്തിൻ്റെ ഓർമ്മ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ സാഹചര്യങ്ങളെയും വിലയിരുത്താൻ എന്നാണ് ഉയർന്ന അഭിപ്രായം. രണ്ട് കാര്യങ്ങളാണ് ഗോപി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, BJPയുടെ ഇന്നത്തെ പ്രസക്തി. രണ്ട്, BJP പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഇതിൻ്റെ രണ്ടിനും മറുപടിയുണ്ട്, കാത്തിരിക്കണം. ഞാൻ ഗോപിയുടെ മുമ്പിൽ ആദ്യം ഒരു കണക്ക് വയ്ക്കാം. 2019 തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ BJP 50%-ലധികം വോട്ട് നേടി ജയിച്ചത് 176 മണ്ഡലങ്ങളിലാണ്. 2014 176 മണ്ഡലങ്ങളിൽ BJP 50%-ലധികം വോട്ട് നേടി ജയിച്ചു. 2019 ആ എണ്ണം 224 കൂടി. ഈ പിരിച്ചുവിടപ്പെട്ട കഴിഞ്ഞ പാർലമെൻറ്റിൽ 224 BJP MP ജയിച്ചു വന്നത് 50%-ലധികം വോട്ടാണ്. അതിൽ 60-70% വോട്ട് കിട്ടിയവർ വരെയുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഇനിയിപ്പോൾ BJP തോക്കണമെങ്കിൽ നമ്മളൊരു സാമാന്യ ബോധമനുസരിച്ച് എത്ര മാത്രം വോട്ട് ട്രാൻസ്ഫർ നടക്കണം BJPക്ക് വിരുദ്ധമായിട്ട്? 15% വോട്ടെങ്കിലും മാറിയാലേ ആ 224 മണ്ഡലങ്ങളിൽ BJP തോക്കാൻ പോകുന്നുള്ളൂ. ഇത്തവണ BJPയുടെ വിലയിരുത്തൽ എന്താണെന്നറിയാമോ? 272-ലധികം, അറൗണ്ട് 280 പോലുള്ള സീറ്റുകളിൽ 50%-ലധികം വോട്ട് നേടി ജയിക്കാൻ BJPയുടെ MP സാധിക്കും. അതിനനുസരിച്ചുള്ള പ്രവർത്തനം പാർട്ടി നടത്തിയിട്ടുണ്ട്, അനലൈസിസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഇത് കമ്മതി കണക്കല്ല, ഇത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് 280 സീറ്റ് ഏതാണ്ട് 50%-ലധികം വോട്ട് നേടി ജയിക്കാൻ കഴിഞ്ഞാൽ ഈ 200 ബാക്കി വരാൻ പോകുന്നത് വേറെയാണ്. അതും കൂടി നമ്മൾ കണക്കാക്കണം. ആ ഒരു പ്രധാനപ്പെട്ട
കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ പല സംസ്ഥാനങ്ങളിലും BJPക്ക് തിരിച്ചടിയുണ്ടെന്നൊക്കെ ഇപ്പോൾ കോൺഗ്രസിലെ നൗഷാദ് അലി പറഞ്ഞു. രാജസ്ഥാനിൽ പോവും, ഗുജറാത്തിൽ പോവും, മധ്യപ്രദേശിൽ പോവും, ഛത്തീസ്ഗഡിൽ പോവും, കർണാടകത്തിൽ പോവും. ഇതൊക്കെ 2019 പറഞ്ഞത് തന്നെയാണ്. 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കർണാടകത്തിൽ കുമാരസ്വാമിയുടെ സർക്കാരായിരുന്നു, കോൺഗ്രസും കുമാരസ്വാമിയും കൂടി ഭരിക്കുകയായിരുന്നു. 2020 ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീപ്പ് ചെയ്തു കർണാടകം മുഴുവൻ. ഒരു സീറ്റേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. ഇന്നിപ്പോൾ കുമാരസ്വാമിയും കൂട്ടരും ഞങ്ങളുടെ കൂടിയുണ്ട്. അതുകൊണ്ട് കർണാടകത്തിൽ നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു, ഭരണമുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ചിത്രം മാറും. ഞാൻ വേണമെങ്കിൽ നമുക്കിരുന്ന് കാണാം. ജൂൺ 4 നമ്മൾ വീണ്ടും കാണുമല്ലോ, കാണാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല. സൗത്ത് ഇന്ത്യയിൽ 2019 ഏറ്റവും കൂടുതൽ സീറ്റുണ്ടായിരുന്ന ഒറ്റക്കക്ഷി BJP ആയിരുന്നു, 29 MP. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ MP, ഒരു 40 MP സൗത്ത് ഇന്ത്യയിൽ നിന്ന് മിനിമം BJPക്ക് ഉണ്ടാവും. തെലങ്കാനയിലുണ്ടാവും. ഫസൽ ഗഫൂർ തന്നെ സൂചിപ്പിച്ചല്ലോ, തെലങ്കാനയിലുണ്ടാവും, ആന്ധ്രയിലുണ്ടാവും, കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ഉണ്ടാവും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ കീഴിൽ മറ്റ് പ്രതിപക്ഷങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല? ഗോപി, ഒരു കാര്യം ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ഒരു 15 ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ ഇന്ത്യയിലെ മാധ്യമങ്ങളെന്ന് ഞാൻ പറയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ, നമ്മുടെ ചില പ്രധാന ആങ്കർമാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന മാധ്യമപ്രവർത്തകരുമൊക്കെ ഈ മോഡിക്കും അമിത്ഷായ്ക്കും BJPക്കുമെതിരെ നടത്തിയ ആക്രമണങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്താ ചാനലുകളിൽ കണ്ടിരുന്നത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൂടി ഇവരുടെ ചർച്ച കണ്ടിട്ടിപ്പോൾ ലോകം മുഴുവൻ വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. പക്ഷേ ഏതാണ്ട് വീറും വാശിയും വച്ചിട്ട് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ എന്തെല്ലാം വിളിച്ചു കൂവിയിരുന്നത് ഇന്നും നടക്കുന്നുണ്ടാവും. അതൊക്കെ തന്നെ വിദ്വേഷ പരാമർശങ്ങളുടെയും പ്രസംഗത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളല്ലേ ഈ ജനാധിപത്യ സംവിധാനത്തിൽ? ഈ തുറസായ ഇത്തരം ചർച്ചകളെ നമുക്ക് ആക്രമിക്കുക എന്നൊക്കെ പദങ്ങൾ കൊണ്ട് കാണേണ്ട സംഭവങ്ങളാണ്. കേരളത്തിൽ അങ്ങനെ മാധ്യമ പ്രവർത്തകർ വളരെ ആർജവത്തോടു കൂടി ആ പ്രശ്നം, ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ഞാൻ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം വിളിച്ചു പോകാൻ സാധിക്കുമോ? ഗോപിക്ക് സാധിക്കുമോ? ഇവിടെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും മോഡിയെക്കുറിച്ചും അമിത്ഷായെക്കുറിച്ചും ഒക്കെ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ചിലതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ചിലർ പറഞ്ഞതൊക്കെ തന്നെ. ശരിക്കൊരു ഒരു മാധ്യമ ടെററിസമാണ് ഇവിടെ നടത്തിയിരുന്നത്. മാധ്യമ ടെററിസം ഇന്ന് നടക്കുന്നുണ്ട് ചില ചാനലുകളിൽ. അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കുണ്ട്. അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ലേ? ഇവിടുത്തെ പല സംവിധാനങ്ങളും അവർക്ക് അനുകൂലമായിട്ട്, പ്രതിപക്ഷ കക്ഷികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. നമ്മുടെ ജനാധിപത്യം, ഞങ്ങളൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നു എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് എന്ത് വാറോലയമായിട്ട് ചെന്നാലും ചില സംവിധാനങ്ങളിൽ നിന്ന് സർക്കാരിനെതിരായിട്ട് ഉത്തരവുകൾ ഇറങ്ങുന്നില്ലേ? അതൊക്കെ ഈ രാജ്യത്തെ ഭരണ സംവിധാനം എത്രത്തോളം നിഷ്പക്ഷമാണെന്നുള്ളതിനുള്ള സാക്ഷ്യപത്രം കൂടിയല്ലേ? എന്നിട്ടും പറയും നരേന്ദ്രമോദി ഏകാധിപതി. അത് നമുക്കൊരു കുറെ കൂടി വിപുലമായ വിഷയമാണ്. എനിക്ക് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. എനിക്ക് ഒന്ന് ചർച്ച ആ വഴിയിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ താങ്കളോട് വിയോജിച്ചുകൊണ്ട് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഒന്നിനു പുറകെ ഒന്ന് എന്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ എന്താ പ്രശ്നം, ഇപ്പോൾ നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ്. ശ്രീ KVS, താങ്കൾ ദയവായി ക്ഷമിക്കണം. ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. എനിക്ക് ശ്രീ നൗഷാദ് അലിക്ക് കൂടി സമയം കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള ഭാഗങ്ങളുണ്ട്. നൗഷാദ് അലി, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ BJP പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ്മയിലെ വിള്ളലുകളെ കുറിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നു സമാജ്വാദി പാർട്ടിയുമായുള്ള ബന്ധത്തിൽ, ഉത്തർപ്രദേശിൽ RJDയുമായ ബന്ധത്തിൽ, ബീഹാറിൽ ആം ആദ്മി പാർട്ടിയുമായി ബന്ധത്തിൽ ഡൽഹിയിൽ. പക്ഷേ അസംഗഡിൽ ഇന്ന് സംഘർഷമുണ്ടായിരിക്കുന്നു, ബീഹാറിൽ സംഘർഷമുണ്ടായിരിക്കുന്നു, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അണികളും കോൺഗ്രസ് അണികളും തമ്മിൽ ഒരു ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
ഇവിടെ ഇതൊക്കെ വളരെ ഊതിപ്പെരിപ്പിച്ച ഒറ്റപ്പെട്ട വാർത്തകളാണ്. ഇന്നത്തെ ഇപ്പോൾ ഏറ്റവും വലിയ വാർത്തയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലോർഡ് ജഗന്നാഥ ഒറീസയിലെ ജഗന്നാഥൻ ടെമ്പിളിൽ പിന്നെ പ്രതിഷ്ഠയായ ജഗന്നാഥ ലോർഡ് അത് മോദിയുടെ ആരാധകനാണ് എന്നൊക്കെയാണ് സമ്പത് മിത്രയെ പോലുള്ള ആളുകൾ വിളിച്ചു കൂവുന്നത്. ശരിക്കും പറഞ്ഞാൽ സമ്പത് മിത്രയുടെയൊക്കെ പിന്നെ അതേ ചിന്താഗതിയാണ് KVS ഹരിദാസിനെയൊക്കെ ആവേശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നരേന്ദ്രമോദിക്കും BJPക്കും ഒന്നും പട്ടും വളയും നൽകുന്നില്ല, അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നില്ല, സ്തുതിഗീതികൾ ചമക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം രോഷം കൊള്ളുകയാണ്. ചില പേരുകളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കുകയാണ്. എനിക്ക് KVS ഹരിദാസിനോടൊക്കെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, 270-ലധികം സീറ്റുകളിൽ 50% മുകളിൽ BJP വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. 270-ലധികം സീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷമായി. അവിടെ ഭൂരിപക്ഷം തന്നെ 50% മുകളിൽ വോട്ട് വാങ്ങി വിജയിക്കുമെന്നൊക്കെ പറയുന്ന KVS ഹരിദാസിൻ്റെ മാനസികാവസ്ഥയോട് എങ്ങനെയാണ് ഒരു സംവാദത്തിൽ ഏർപ്പെടുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപായിട്ട് 10-60 സീറ്റുണ്ട്. അതിൽ എത്ര എണ്ണത്തിൽ 50% മുകളിൽ വോട്ടുണ്ടാവും എന്നുകൂടി ശ്രീ ഹരിദാസ് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്ന എൻ്റെ ഒരു ചിന്ത ഞാൻ അദ്ദേഹമായിട്ട് പങ്കുവെക്കുകയാണ്. ഇവിടെ നരേന്ദ്രമോദിയും BJPയും ഒക്കെ പരാജയ ഭീതിയിൽ അവർ സ്ഥലജല വിഭ്രമത്തിലാണ് എന്നാണ് ഞാൻ പറയുക. അവർ ഇന്നലെ മിനിഞ്ഞാന്നും ഒരാഴ്ച മുമ്പും പറഞ്ഞത് ഇന്ന് പറയുന്നില്ല, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. മുസ്ലിങ്ങളെ പറ്റി പാടെ പിന്നെ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി അലിഗഡിൽ പ്രസംഗിക്കുന്നത് SP-യും കോൺഗ്രസും മുസ്ലിങ്ങളെ ചതിച്ചു, മുസ്ലിങ്ങൾക്ക് വേണ്ട സാമൂഹിക സാമ്പത്തിക വികസന നേട്ടങ്ങളൊന്നും നൽകിയില്ല എന്ന് പറയുന്നു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ മറ്റു ചിലത് പറയുന്നു. ഇത്തരത്തിലൊക്കെ പരസ്പര വിരുദ്ധമായിട്ടാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. മുമ്പ് എന്ത് പറഞ്ഞു എന്ന് പോലും അദ്ദേഹത്തിന് തിട്ടമില്ലാത്ത നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചാര വേലകളും പ്രവൃത്തികളും ഒക്കെ പുരോഗമിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമാണ്, ഈ രാജ്യത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. പിന്നെ ഗോപികൃഷ്ണൻ, ഇത് പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയെ കണ്ടെത്തലെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിരീക്ഷിച്ചതാണിത്. ഈ രാജ്യം ഒരു അനസ്യൂതമായ സഹിഷ്ണുതയുടെ പ്രവാഹമാണ്. അതിനിടയിലൊക്കെ ചില ഹിംസാത്മക ശക്തികൾ ഇടക്കാലത്തേക്ക് സ്വാധീനം നേടുമെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ടൊഴുകാനുള്ള ആന്തരിക ശേഷിയുള്ള രാജ്യമാണ് ഈ മഹത്തായ ഭാരതം. ഈ രാജ്യത്തിൻ്റെ 5000 കൊല്ലത്തെ ചരിത്രം ഉദ്ധരിച്ചാണ് പണ്ഡിറ്റ് നെഹ്റു എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആ ആപ്തവാക്യത്തിലാണ് വിശ്വസിക്കുന്നത്. ഈ രാജ്യത്തിന് ഈ 10 വർഷത്തെ ഈ അഭിശപ്ത കാലത്തെ പഴങ്കഥയാക്കി മുന്നോട്ട് പോകാനുള്ള ആന്തരികോർജമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഞങ്ങളുടെ പ്രത്യാശ ഇവിടെ പങ്കുവെക്കുവാൻ ഞാൻ എൻ്റെ അവസരം വിനിയോഗിക്കുകയാണ്. സന്തോഷ് ജോയ്, ഒരു മിനിറ്റിൽ താങ്കൾക്ക് പറയാനുള്ളത്, ഒറ്റ മിനിറ്റ്. നമ്മുടെ ഹരിദാസ് സാർ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഹരിദാസ് സാർ ഞങ്ങളുടെ എല്ലാവരുടെയും സീനിയറാണ്. BJP ലീഡറിനെക്കാട്ടി കൂടുതൽ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ ഹരിദാസ് സാർ അറിഞ്ഞിരിക്കേണ്ടത്, കേരളത്തിലെ മാധ്യമങ്ങൾ എന്തൊക്കെ പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്, ഗോപി സാറ് ബാക്കി എഡിറ്റേഴ്സിനോട് ചോദിച്ച് ഇത് കൺഫേം ചെയ്യണം. ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന നരേന്ദ്രമോദി എങ്ങനെയാണെന്ന് അറിയാവോ? നിങ്ങൾ ക്യാമറമാനോ ലൈറ്റോ ഒന്നും കൊണ്ടുപോണ്ട. ഈ എഡിറ്റർ കോട്ടും സൂട്ടും ഇട്ട് അവിടെ എത്തിയാൽ മാത്രം മതി. വെള്ളം തരും, നാഷ്ത തരും. താങ്കൾ അവിടെ ഇരുന്ന് ആക്ടിങ് ചെയ്താൽ മാത്രം മതി. അവരുടെ ക്യാമറമാനും അവരുടെ ഷൂട്ട് ചെയ്തിട്ട് താങ്കൾ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് അവർ എഡിറ്റ് ചെയ്ത് ആ ടേപ്പ് നിങ്ങളുടെ ഓഫീസിലെത്തും. അത് നിങ്ങൾ പ്ലേ ചെയ്താൽ മതി. അതാണ് നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ. അപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തിൽ പോരായ്മകളുണ്ടോ? ഒത്തിരി പോരായ്മകളുണ്ട്. പക്ഷേ 2004 ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിനെക്കാട്ടി കൂടുതൽ ആവേശമുള്ള ഒരു പ്രതിപക്ഷമാണ്. ശരി, ഗഫൂർ സാർ ഈ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ആരുടെ തരംഗം, ആർക്കനുകൂലമായ തരംഗമാണ് ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? 400 എന്ന BJPയുടെ അവകാശവാദത്തെ ഇന്ത്യയുടെ ജനത സാക്ഷാത്കരിക്കുമോ, അതല്ല മറ്റെന്തെങ്കിലും ചിലത് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.